ഹലോ. ആണോ? എവിടെ പോയത്? ഇവിടെയാണല്ലോ വെച്ചത്. നീലു, നീലു. ഓ, എന്താ എന്റെ പൊന്നു ബാലു കാണിക്കുന്നേ? എല്ലാം വാരി വലിച്ചിട്ടല്ലോ. എടി, ഞാൻ ഇവിടെ വെച്ചിരുന്ന ലോട്ടറി ടിക്കറ്റ് എവിടെ? ഓ, അതിനാണോ അതെല്ലാം കൂടി ഇങ്ങനെ വലിച്ചു വാരി ഇട്ടത്? അതൊക്കെ ഞാൻ ഭദ്രമായി എടുത്തു വെച്ചിട്ടുണ്ട്. എന്നാ അതിങ്ങ് എടുത്തേ. ഇന്നാ നറുക്കെടുപ്പ്. ആണോ? വൈകിട്ട് 4 മണിക്ക് ലൈവായി TV കാണാന്നേ. അടിച്ചാൽ 6 കോടിയാ. ഓർക്കുമ്പോ തന്നെ 6 കിട്ടില്ല, 3 കിട്ടൂ. ഞാനും സാബുമോനും കൂടെ കട്ടയിട്ട് വാങ്ങിയതാ. പകുതി അവനുള്ളതാ. ആ, 3 3. ഒരുപാട് കാര്യങ്ങൾ ഞാൻ പ്ലാൻ ചെയ്തിട്ടുണ്ട്. എടി, 3 മുഴുവനായൊന്നും കിട്ടില്ല. സർക്കാർ വക കുറച്ച് ടാക്സ് ഒക്കെ പിടിക്കും. എല്ലാം കഴിഞ്ഞ് ഒരു 2 കോടി കിട്ടുമായിരിക്കും. എന്റെ അമ്മേ, 1 കോടി രൂപ ടാക്സോ? അതൊന്നും പറ്റൂല. ഇവിടെ ചോദിക്കാനും പറയാൻ ആരുമില്ലേ? അല്ലേ, 3 കോടിന്ന് 1 കോടി ടാക്സ് കൊടുക്കാനേ. നമുക്ക് ആ 3 കോടിയും കൊണ്ട് പതുക്കെ രാജ്യം വിടാം. എങ്ങനെയുണ്ട് ഐഡിയ? എടി, മണ്ടത്തരം പറയാതെ. ടാക്സിന്റെ പൈസ കഴിഞ്ഞുള്ളതേ നമുക്ക് തരൂ. അല്ല, നിനക്കിപ്പോ ഇത്രയും വലിയ ആവശ്യം എന്താ? ഇതെന്താ ഇത്? ഇത്രയും വലിയ ലിസ്റ്റോ? അത്യാവശ്യം വേണ്ടത് മാത്രമേ ഇതിൽ എഴുതിയിട്ടുള്ളൂ. ആ, വായിക്ക്, കേൾക്കട്ടെ. ഇവിടുത്തെ കിച്ചൺ അതെന്തായാലും മാറ്റണം. ഏറ്റവും ലേറ്റസ്റ്റ് മോഡുലാർ കിച്ചൺ തന്നെ വേണം. ഒരു 15 ലക്ഷം അതിനുവേണ്ടി മാറ്റിവെക്കുന്നു. പിന്നെ അടുക്കള നന്നാക്കുമ്പോ സ്വാഭാവികമായും ഫ്രിഡ്ജും മിക്സിയും ഓവനും എല്ലാം മാറ്റണമല്ലോ. ആ വകയിൽ ഒരു 5 ലക്ഷം. അത്രേ ഉള്ളൂ. എല്ലാം ഒരു മിതത്തിൽ മതി. എടി, ഫ്രിഡ്ജിനും മിക്സിക്കൊന്നും അത്ര വേണ്ടി വരില്ല. വേണ്ടി വരും. ഫ്രിഡ്ജ് 2 സൈഡും ഡോറുള്ളത് തന്നെ വേണം. മറ്റേ ആ അലമാര പോലെ തുറക്കുന്ന ടൈപ്പ്. അലമാര പോലെയോ? എന്നാ പിന്നെ അലമാര മേടിച്ചാ പോരെ. പിന്നെ വാഷിംഗ് മെഷീൻ, തുണി ഉണക്കുന്ന മെഷീൻ, പാത്രം കഴുകുന്ന മെഷീൻ, വാക്യൂം ക്ലീനർ, അങ്ങനെ പല ഐറ്റംസും ഉണ്ട്. ആദ്യമായിട്ടൊരു ലോട്ടറി അടിക്കാൻ പോവാ. ആ പൈസ ഇങ്ങനെ പോവും. അതെ, പറഞ്ഞില്ലാന്ന് വേണ്ട. എനിക്കൊരു കാർ വാങ്ങണം, അതും ഇലക്ട്രിക് കാർ. അതാവുമ്പോ വല്ല മെയിന്റനൻസും വന്നാലും എനിക്ക് തന്നെ നോക്കാലോ. ഞാൻ പഴയ പോളിടെക്നിക് ആണല്ലോ. ആ, ശരി ശരി. അച്ഛാ, എനിക്കൊരു ഐപാഡ് വേണമായിരുന്നേ. ലാവിഷ് ആയിക്കോട്ടെ. 25,000 ഐപാഡിന് പാസ്സാക്കിയിരിക്കുന്നു. സന്തോഷായില്ലേ? എന്റെ അമ്മയെ, പുതിയ ഐപാഡിന് ഏറ്റവും ചുരുങ്ങിയത് 1 ലക്ഷം രൂപയെങ്കിലും വേണം. 1 ലക്ഷം രൂപയോ? യൂട്യൂബ് കണ്ടിരിക്കാനല്ലേ? അത്രയൊന്നും വേണ്ട. സാരമില്ലെന്നേ. ലോട്ടറി അടിക്കുമ്പോഴല്ലേ ഇതൊക്കെ വാങ്ങിച്ചു കൊടുക്കാൻ പറ്റൂ. ഞാൻ സെറ്റാക്കി. എനിക്ക് ബോസിന്റെ ബ്ലൂടൂത്ത് സ്പീക്കർ വേണം. എടി മോളെ, നമ്മൾ റിച്ചായി. എന്തിനാ കണ്ട ബോസിന്റെ അടുത്തൊക്കെ സെക്കൻഡ് ഹാൻഡ് സ്പീക്കർ വാങ്ങുന്നേ? അമ്മേ, ബോസ് എന്നതൊരു ബ്രാൻഡാണ്. ആ കമ്പനിയുടെ സ്പീക്കർ വേണമെന്നാ പറഞ്ഞേ. ഓ, ഇനി അതിന് 1 ലക്ഷം രൂപ വേണ്ടി വരുമോ? വേണ്ടി വരില്ല, 25,000 മതിയാവും. മോളെ, അത്രയൊക്കെ വേണോ? പാട്ട് കേൾക്കാനല്ലേ? ആ, ശരി, പോട്ടെ. ആ, ഹലോ സുമേ. ഇല്ല, പറഞ്ഞോ. ആണോ? അയ്യോ, നീ വിഷമിക്കണ്ടാട്ടോ. അതിനുള്ള കാശ് ഞാൻ തരാം. എടി, ഞാനല്ലേ പറയുന്നേ. നീ ധൈര്യമായിട്ട് അഡ്വാൻസ് കൊടുത്തോ. ഒക്കെ സെറ്റാക്കാം. ശരി ശരി. ആരാടി അത്? എന്തോ ഒപ്പിക്കുന്നുണ്ട്. അത് നമ്മുടെ സുമയാ വിളിച്ചത്. അവൾക്ക് ഈ പട്ടിക്കുട്ടിയുടെ വലിയ ഇഷ്ടമാണല്ലോ. ഏതോ ഒരു സ്പെഷ്യൽ ഇനത്തിൽപ്പെട്ട പട്ടിക്കുട്ടിയെ വാങ്ങണമെന്ന് വലിയ ആഗ്രഹം. അവളുടെ കെട്ടിയൻ കാശ് കൊടുക്കില്ല എന്ന് പറഞ്ഞു. വലിയ തുകയൊന്നുമില്ല, ഒരു 50,000 ഞാൻ കൊടുക്കാന്ന് പറഞ്ഞു. അവൾക്ക് സന്തോഷായി. അത് വേണായിരുന്നോ? വെറും 50,000 അല്ലേ? സാരല്ല. പിന്നല്ലേ ബാലേട്ടാ, എനിക്ക് വേറൊരു ആഗ്രഹം കൂടിയുണ്ട്. നമുക്ക് എറണാകുളം ടൗണിൽ ഒരു ഫ്ലാറ്റ് വാങ്ങണം. സാധാരണ ഒരു സിമ്പിൾ ഫ്ലാറ്റ് മതി. ഒരു 2000-2500 സ്ക്വയർ ഫീറ്റ്, അത്ര മതി. പിന്നെ സ്വിമ്മിംഗ് പൂളും ജിമ്മും കുട്ടികളുടെ പാർക്കും ഒക്കെ വേണം. അത്രേ ഉള്ളൂ. നീ പറഞ്ഞ സൗകര്യത്തിൽ എറണാകുളത്തൊരു ഫ്ലാറ്റ് വാങ്ങണമെങ്കിൽ ചുരുങ്ങിയത് ഒരു 1.25 കോടി വേണ്ടി വരും. പിന്നെ നേരത്തെ പറഞ്ഞ ഐറ്റംസ് ഒക്കെ വാങ്ങണമെങ്കിൽ ഒരു 40-45 ലക്ഷം രൂപ വേറെയും. മൊത്തത്തിൽ ഒരു 2 കോടി 20 ലക്ഷം രൂപ വേണ്ടി വരും. നമ്മുടെ കയ്യിലാകെ 2 കോടിയേ ഉണ്ടാവൂ. അത് ഓർമ്മ വേണം. നിങ്ങൾ ആ സാബുമോൻ എന്തിനാ കൂട്ടിയത്? അതുകൊണ്ടല്ലേ ഇതിപ്പോ തികയാതായത്. 4 കോടി കിട്ടേണ്ടതായിരുന്നു. ഒരു സാബുമോൻ എല്ലാത്തിനും ഉണ്ടാവും കൂടെ തന്നെ. എടി, 200 രൂപയുടെ ടിക്കറ്റ് ആയിരുന്നു. എന്റെ കയ്യിൽ അന്നേരം 100 രൂപ ഉണ്ടായിരുന്നുള്ളൂ. അവൻ 100 തന്നത് കൊണ്ടാ ഈ ടിക്കറ്റ് എടുക്കാൻ തന്നെ പറ്റിയത്. അതാദ്യം മനസ്സിലാക്കുന്നേ. 100 രൂപയല്ലേ? അത് ഞാൻ തരാം. നിങ്ങൾ ഇപ്പൊ തന്നെ അത് അയാൾക്ക് കൊണ്ടുപോയി കൊടുത്തേ. അതിപ്പോ എങ്ങനെയാ? മോശമല്ലേ? ഒരു മോശമില്ല. നിങ്ങൾ ഇവിടെ ഇരിക്കെ, ഞാൻ പോയി നോക്കാം. അല്ല, ഇതാര്? സാബുമോനോ? സാബുമോന്റെ കാര്യം ഇപ്പൊ പറഞ്ഞതേ ഉള്ളൂ.
ബാലുവേട്ടാ, ദേ സാബുമോ വന്നിരിക്കുന്നു. നറുക്കെടുപ്പ് ലൈവ് ഇവിടുന്ന് കാണാന്ന് വിചാരിച്ചായിരിക്കും അല്ലേ? വാ കേറിയിരിക്ക്. ഒരു മുതല് കുടിക്കാൻ എന്താ? ഹോർലിക്സ് വേണോ ബൂസ്റ്റ് വേണോ? ബോർലിക്സ് മതി, അല്ല ഹോർലിക്സ് മതി. ഞാൻ പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ, ആ 100 രൂപ കൊടുത്തിട്ട് മര്യാദയ്ക്ക് ആ ടിക്കറ്റ് സ്വന്തമാക്കിക്കോ. അതെ സാബു, ഞാനൊരു ചെറിയ പ്രശ്നത്തിലാ. അതായത് എടോ, ഞാൻ അതിനേക്കാളും വലിയ പ്രശ്നത്തിലാ ബാലു. ഈ 100 രൂപ അങ്ങോട്ട് വെച്ചിട്ട് ആ ലോട്ടറിയുടെ ഷെയർ നീ ഒഴിയണം. എന്നിട്ട് ടിക്കറ്റ് എനിക്ക് തരണം. വീട്ടിലെ ഭാര്യ ഭയങ്കര പ്രശ്നമാണോ? കുടുംബങ്ങളിൽ കൂട്ടുകൂടിയ 10 വർഷങ്ങൾ.